പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് അഷ്കനാസ്. ഞാൻ വരുന്നത് അമ്പഴകാട് പാരിഷിൽ നിന്നാണ്. ഞാൻ ജയവയിൽ കയറിയിട്ട് ഇപ്പോൾ 3 വർഷമായി. ഞാൻ അവിടുത്തെ മാള സബ് സോണിലത്തെ ഒരു മെമ്പറാണ്. ഞാൻ ഇവിടെ പറയാൻ പോണത് ഞാൻ എങ്ങനെ ഈ ഷോയിലേക്ക് അടുത്തു, പിന്നെ അതുമാതിരി തന്നെ കൂടുതൽ കാര്യങ്ങളും എല്ലാം അറിഞ്ഞതാണ്. എൻ്റെ ഒരു പാസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പള്ളി എന്താ സംഭവം തീരെ ഒട്ടും അറിയില്ല. വീടിൻ്റെ തൊട്ട് മുമ്പത്താണ് പള്ളി എടുക്കുന്നത്. എനിക്ക് ഒരു കാര്യം അറിയില്ല. അവിടുത്തെ അച്ഛന്മാരുടെ പേര് പോലും അറിയാത്ത ഒരാളായിരുന്നു ഞാൻ. 12 കൊല്ലം ഞാൻ കാറ്റസിലുണ്ടെങ്കിലും മാക്സിമം അതിന് കുർബാനയിൽ ചാടി നടക്കുന്ന ഒരാളാണ്. ഇട ദിവസങ്ങളായാലും പള്ളിയിൽ പോവില്ല. അതുമാതിരി ഗുഡ് ഫ്രൈഡേ, ഈസ്റ്റർ, ക്രിസ്മസ് ഇതിനൊന്നും പോകാത്ത ഒരാളായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ +2 കാലഘട്ടം കഴിഞ്ഞ് ഞങ്ങൾ ഫ്രണ്ട്സായിട്ട് ഒരു സ്ഥലത്ത് ഇരിക്കുകയായിരുന്നു. അപ്പോൾ ഞങ്ങൾ ട്രിപ്പിൻ്റെ കാര്യങ്ങൾ ആലോചിച്ചിരിക്കുമ്പോൾ ഞങ്ങളുടെ അവിടുത്തെ ജയവായിലുണ്ട് ചേട്ടന്മാർ വീട്ടിലേക്ക് പെട്ടെന്നായിട്ട് വന്നു. എൻകൗണ്ടർ 2.0 എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിന് ക്ഷണിക്കാൻ വേണ്ടി. ഫസ്റ്റ് തന്നെ ഇത് കേട്ടപ്പോൾ എന്നെ തീരെ താല്പര്യമില്ലായിരുന്നു. കാരണം +2 കഴിഞ്ഞിരിക്കുന്നത് നല്ല വൈബ് മൂടായിരുന്നു. ഫുൾ ചില്ല് ചെയ്യാൻ വേണ്ടി അങ്ങനെ ഇരിക്കുന്നത് ഞാനായിരുന്നു. ഞങ്ങളെ പിന്നാലെ കുറേ പ്രശ്നം നടന്നവർ. പക്ഷെ ഞങ്ങൾ ഒന്നിനും പോയില്ല. ലാസ്റ്റ് കൂടെ ഉണ്ടായ ഒരു 6 കൂട്ടുകാർ ഇതിന് വരാമെന്ന് സമ്മതിച്ചു. അപ്പോൾ ക്യാഷും കൊടുക്കണം. ആ ക്യാഷ് ഉണ്ടെങ്കിൽ ലൈസൻസും കിട്ടിയേക്കാണ് ഞങ്ങൾക്ക് എടുത്ത് കറങ്ങാൻ പോയാലെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അപ്പോൾ പിന്നെ ലാസ്റ്റ് പെട്ടെന്ന് ഒരു ദിവസം ഇപ്പോൾ പോവാമെന്ന് പ്ലാൻ ചെയ്തു. അങ്ങനെ പോയി അവിടെ ആദ്യത്തെ ഒരു ദിവസം കഴിഞ്ഞു. ഗ്രൂപ്പാക്കുന്നവർ വീണ്ടും ബോറടിച്ചു. 2ാമത്തെ ദിവസം അഡോറേഷൻ അവിടെ സെൻട്രലായിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. എനിക്ക് അഡോറേഷൻ എന്ന സാധനം തീരെ ഇഷ്ടമല്ലാത്ത ആളാണ്. കാരണം ഫുൾ ടൈം നിന്ന് പ്രാർത്ഥിക്കണം, അവിടെ കണ്ണടച്ച് മുട്ടുകുത്തി അങ്ങനെ സെൻട്രൽ എടുത്ത് വെച്ചപ്പോൾ ആദ്യം മൈൻഡ് ആകെ ഡിസ്റ്റർബ് ചെയ്യുന്നു. അലസനായിട്ട് അങ്ങോട്ട് നോക്കിയിരിക്കും, അപ്പുറത്ത് കൂട്ടുകാർ സംസാരിച്ചും അങ്ങനെ പെട്ടെന്ന് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ആ സെൻറ്ററിക്ക് ഒരു ലൈറ്റ് മാത്രം സെൻറ്ററിൽ മാത്രം അഡോറേഷൻ അവിടെ ആയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് കയറി. അവിടുന്ന് കണ്ണെടുക്കാൻ പോലും വെച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ എന്തോ ഒരു പെട്ടെന്ന് സ്ട്രൈക്ക് ചെയ്തൊക്കെ സംഭവം എനിക്ക് ഫീൽ ചെയ്ത്. പിന്നെ അതിന് മുമ്പ് ഞാൻ കുറേ നേരം ഇരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പതുക്കനെ എൻ്റെ പള്ളിയിലേക്ക് തിരിച്ച് വന്നു കഴിഞ്ഞപ്പോൾ പതുക്കനെ ജയവായി ആയിട്ട് ഞാൻ കയറാൻ തോന്നി. ചേട്ടന്മാർ ടർഫ് കളിപ്പിക്കാൻ കൊണ്ടുപോകാൻ ഫ്രീ ആയിട്ട് കാശ് എടുക്കണ്ട അങ്ങനെ പറയാൻ കയറിയത്. അങ്ങനെ പതുക്കനെ കയറി എനിക്ക് ജയവായിലും കർത്താവിനും കൂടുതൽ അറിയണമെന്നുണ്ടായി. അപ്പോഴാണ് കൃത്യസമയത്ത് ദൈവം പറഞ്ഞയച്ച 2 ആൾക്കാർ വന്നത്. ഒരെണ്ണം ഗ്ലിഡി എന്ന് പറഞ്ഞൊരു അച്ഛനും പിന്നെ ഞങ്ങളുടെ അവിടുത്തെ ഒരു ചേട്ടനുമാണ്. ഇപ്പോൾ ആ അച്ഛൻ എങ്ങനെ മുന്നോട്ട് പോകണം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു തന്നു. ആ ചേട്ടൻ എങ്ങനെ നമ്മൾ ഒരു ലീഡ് ചെയ്തു പ്രയറും പിന്നെ അതുമാതിരി പ്രയർ ചെയ്യാൻ പഠിപ്പിക്കും. കാരണം എനിക്ക് നന്മ പറയുന്ന സംഭവം അറിയാത്ത ഒരാളായിരുന്നു ഞാൻ. ആ അച്ഛൻ ഷെയ്ക്ക് വാങ്ങിയതാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇത് പഠിച്ചത് എൻ്റെ. അങ്ങനെ ഇത് പഠിച്ച് സെറ്റായി കുറേ ഇത് കഴിഞ്ഞപ്പോൾ പതുക്കനെ കർത്താവിനെ കൂടെ അറിയാൻ തോന്നി. സ്വയമായിട്ട് പ്രാർത്ഥിക്കാൻ ഞാൻ തുടങ്ങി. അങ്ങനെ കുറച്ചാൾ ഇങ്ങനെ കഴിഞ്ഞ് പോയിട്ട് ഈ അടുത്ത് സ്പെറൻസ എന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, സ്പെറൻസ 2.0. അതിൽ ഞാൻ ഇങ്ങനെ അഡോറേഷനിൽ ഇരിക്കുകയായിരുന്നു. എനിക്കൊരാഗ്രഹം തോന്നി എല്ലാവരും അഡോറേഷനിൽ വന്നിട്ട് അത് കഴിഞ്ഞ് വരുമ്പോൾ അതിനെപ്പറ്റി ഭയങ്കരമായിട്ട് പറയണം, അവർക്ക് കിട്ടിയ റിഫ്ലക്ഷൻസ്. അങ്ങനെ ഞാനിങ്ങനെ ആലോചിച്ച് എനിക്ക് കിട്ടിയില്ലല്ലോ ഞാൻ ആലോചിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ 2ാമത്തെ ദിവസം നൈറ്റായിപ്പോൾ ഈ അഡോറേഷൻ തുടങ്ങിയപ്പോൾ ഫസ്റ്റ് ആയിട്ട് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചത് അപ്പോഴായിരുന്നു. അത് എന്താണെന്ന് പറഞ്ഞൂടാ, പെട്ടെന്ന് ഭയങ്കര ഒരു അനുഭവം എനിക്കത് ഫീൽ ചെയ്തു പെട്ടെന്ന്. എന്നിട്ട് ലാസ്റ്റ് ഇങ്ങനെ പറയാൻ പറ്റിയില്ലല്ലോ എന്ന് എനിക്ക് അവസാനം തോന്നി പ്രോഗ്രാം കഴിഞ്ഞപ്പോൾ. അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എങ്ങനെ പറയും, എനിക്ക് എല്ലാവരും പറയണമെന്നുണ്ടായിരുന്നു. അങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണ് ഈ പ്രോഗ്രാമിനെ പറ്റി പറഞ്ഞത്. ഇപ്പം എല്ലാവരും മുമ്പിൽ എനിക്ക് പറയാൻ പറ്റും. കാരണം എനിക്കുണ്ടായൊരു അനുഭവം എന്ന് പറയുന്നത് അതിൽ എൻ്റെ ഈ വലത്തെ കാലിന് 2 ഫ്രാക്ചർ ഉണ്ട്, മുട്ടിൻ്റെ അവിടെയും താഴത്തായിട്ടും. അത് ഞാൻ മനഃപൂർവ്വം ഉണ്ടാക്കിയതാണ്, അലസമായിട്ട് നടന്നത്. എനിക്ക് അന്ന് ആ ഡോറേഷന് ഫുൾ ടൈം മുട്ടുകുത്തി നിൽക്കാൻ പറ്റില്ല ഞാൻ വിചാരിച്ചത്. പക്ഷേ ഫസ്റ്റ് ടൈമായിട്ട് ആ അച്ഛൻ പറയണ വരെ ഫുൾ മുട്ടുകുത്തി നിന്നു. ഞാൻ ഡാൻസ് തിയേറ്ററിലുണ്ട്. അപ്പോൾ ഡാൻസ് കളിച്ചപ്പോൾ എനിക്ക് കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല എന്ന് ചോദിച്ചു. കാരണം നല്ല പെയിൻ എടുത്തിട്ടുണ്ടായിരുന്നു തുടങ്ങണേക്കാളും മുമ്പ്. പക്ഷേ അതിന് മുമ്പ് ഞാൻ പ്രാർത്ഥിച്ച് കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് നോക്കിയപ്പോൾ പെയിൻ ഇല്ല. ഞാൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി അവിടുത്തെ പ്ലാറ്റ്ഫോമിൽ ഈ കാല് ചവിട്ടി അടിച്ചു നോക്കി വേദന ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടി. പക്ഷെ ഒട്ടും വേദന എടുത്തില്ല. ഫുൾ അഡോറേഷന് നിന്നു. എനിക്ക് ഭയങ്കര മെസ്സേജ് ആയിരുന്നു അതിൽ കിട്ടിയത്. പിന്നെ അത് വന്ന് ഞാൻ ബാക്കിയുള്ളവരോടും പറഞ്ഞു. ഇപ്പം ഫുൾ ടൈം ദൈവത്തോടും ഇപ്പം വചനം പഠിക്കാമെന്ന് എനിക്ക് ആ പ്രോഗ്രാമിന് ശേഷം തോന്നിയേക്കാണ്. അപ്പോൾ വചനം പഠിക്കാനും ബൈബിൾ വായിച്ചു തുടങ്ങാനും ഞാൻ തുടങ്ങി. ഫുൾ അങ്ങനെ ഭയങ്കര വലിയതായിട്ട് സംഭവമായിട്ടില്ല. പക്ഷെ പണ്ടത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എനിക്ക് തന്നെ എന്നിലൂടെ ചേഞ്ച് വന്നു. ഇപ്പോൾ കൂടുതലും കർത്താവിനോട് ചേരാൻ ഫുൾ ടൈം ഇപ്പോൾ ജയവയും പ്രാർത്ഥനയും പള്ളിയിൽ അങ്ങനെ ആയിട്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങണില്ല എന്നാണ് വീട്ടുകാർ ആകെ കംപ്ലൈൻറ്റ്. എനിക്ക് അങ്ങനെ കൂടുതൽ ഞാൻ ചേരാൻ നോക്കണേ. ഇതാണ് എനിക്കുണ്ടായ ഒരു അനുഭവം. ഞാനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, അതുപോലെ നിങ്ങളും എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ. കർത്താവിൻ്റെ കൂടെ നമുക്ക് ഒരുമിച്ച് മുന്നേറി ലൈഫ് വളരെ എൻജോയ് ആയിട്ട് ജീവിക്കാൻ നമുക്ക് വേണ്ടി നോക്കാം. പ്രൈസ് ഗോഡ്.